ചിദംബരം എന്ന സംവിധായകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ 2022 ചിദംബരം സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് ജാനേമൻ എന്നുള്ള സിനിമ. ഏകദേശം 100-ൽ കുറഞ്ഞ തിയേറ്ററിലാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. അന്നൊരു സൈലൻ്റ് ആയിട്ട് വന്ന ഒരു വയലൻ്റ് ബോക്സ് ഓഫീസ് തൂക്കിയൊരു സിനിമ കൂടിയാണ് ഈ ജാനേമൻ എന്നുള്ള സിനിമ. യൂത്ത് ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് നല്ല പെർഫോമൻസ് ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പോൾ നല്ല ഫൺ എലമെൻറ്റും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സിനിമ ആയിരുന്നു ഈ ജാനേമൻ എന്നുള്ള സിനിമ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പുതിയ സിനിമ വരുമ്പോൾ ഒരു ഫൺ എലമെൻ്റ് ആയിരിക്കും യൂത്ത് ഓഡിയൻസിൻ്റെ ഇതിൽ കത്തിക്കയറാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കും എന്നാണ് ഞാനും പ്രതീക്ഷിച്ചത്. നിങ്ങളെപ്പോലെ ഒരു പകുതിയോളം പേരും പ്രതീക്ഷിച്ചത് എന്നെ പോലെ ആയിരിക്കും. പക്ഷേ ഈ സിനിമയുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ട്രെയിലർ വന്നപ്പം എൻ്റെ പ്രതീക്ഷ എല്ലാം തെറ്റി. എന്നെ മാത്രമല്ല, ഏകദേശം എന്നെ പോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ പേരെങ്കിലും തെറ്റിക്കാണും. കാരണം ഈ സിനിമയുടെ ട്രെയിലറുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 മിനിറ്റും 42 സെക്കൻഡ്സുമാണ്. ഞാൻ വിചാരിച്ചത് ഒരു ഫൺ സിനിമ ആയിരിക്കും എന്നും പറഞ്ഞാണ് ഈ ട്രെയിലർ ഞാൻ കണ്ടത്. ട്രെയിലർ വേറെ ഒരു ലെവലിലായിട്ടാണ് കൊണ്ടുപോയത്. കാരണം ട്രെയിലർ ഒരു ത്രില്ലർ സാധനമാണ്, ത്രില്ലർ. കാരണം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു ടീം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് കൊടൈക്കനാലിൽ. ആ കൊടൈക്കനാൽ എന്നുള്ള സ്ഥലത്ത് ഗുണ കേവ് എന്നുള്ള സംഭവമുണ്ട്. പക്ഷേ അതിന് നാട്ടുകാർ വേറൊരു പേരെന്ന് വിളിക്കും, ഡെവിൾസ് കിച്ചൺ എന്ന്. അപ്പോൾ ആ ഗുഹയ്ക്കകത്ത് എന്തൊക്കെ നിഗൂഢതകളാണ് ഇവർ കണ്ടെത്താൻ പോകുന്നതും അവർ അതിൽ അകപ്പെടുകയും എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്ന കഥയൊക്കെ ആയിരിക്കും ഈ സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. കാരണം ട്രെയിലറൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എന്ത് എഡിറ്റിംഗ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും മനസ്സിലാവില്ല. ഒരു ഹോളിവുഡ് ലെവൽ ടച്ചിങ് ഉണ്ടെന്ന് തന്നെ പറയാം. ഏകദേശം സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 14.5 കോടി രൂപയാണ്. ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇങ്ങനെയൊക്കെ മേക്കിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. എൻ്റെ മുമ്പ് കിടില മേക്കിംഗ്, ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. എഡിറ്റ് ചെയ്തിരിക്കുന്ന ഹർഷൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരനെ സമ്മതിച്ചെടുത്തേ പറ്റുള്ളൂ. എഡിറ്റിംഗ് ഒക്കെ നല്ല വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ മ്യൂസിക്കൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മളെ സുഷിൻ ശ്യാമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ടെന്ന ആവശ്യമില്ല. അദ്ദേഹം നല്ല പോപ്പുലറാണ്. ഇതുമായിട്ടാണ് അദ്ദേഹത്തിനെ കമ്പയർ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയും നല്ല ഹാർഡ് വർക്കും കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ വേറെ ലെവലായിരിക്കും. കാരണം വെച്ചാൽ ഏതൊരു സിനിമയിൽ യൂത്ത് ഓഡിയൻസിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ പൾസ് അറിയാം യൂത്തിൻ്റെ. അപ്പോൾ അതുപോലെ ഗംഭീരമായിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഒരു സിനിമ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ചിദംബരം എന്ന് പറയുന്ന ഡയറക്ടർ ഈ സിനിമ പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീര കളക്ഷൻ തൂക്കം തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. കാരണം നല്ലൊരു ഹൊറർ സസ്പെൻസ് ത്രില്ലറാണ് തരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. ഈ ട്രെയിലർ കണ്ടിട്ട് ട്രെയിലർ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ഒരു ട്രെയിലർ ഞാൻ പ്രതീക്ഷ പോലും ഇല്ല. എല്ലാവരും കിളി പറന്നു കാണുമെന്ന് എനിക്കറിയാം. മിക്കുള്ളൊരു ഭൂരിപക്ഷം പേരുടെ കിളിയെങ്കിലും പറന്നു കാണുമെന്ന് എനിക്കറിയാം. കാരണം ഈ ട്രെയിലർ കാണുമ്പം കാരണം അമ്മാതിരി മേക്കിംഗ് ഹൈലൈറ്റ് സാധനം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഡെവിൾസ് കിച്ചണാണ് ആ ഗുഹയുടെ ഒരു ചെല്ല പേരെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തൊക്കെ നിഗൂഢതകൾ എന്ന് തിയേറ്ററിൽ കാത്തിരിക്കേണ്ടി വരും കുറച്ച് ദിവസം. അപ്പം ശ്രീനാഥ് വാസിയുണ്ട്, സൗബിൻ ഷെയറുണ്ട്, ജീൻ പോൾ ലാലുണ്ട്, പിന്നെ ബാലു വർഗീസ് ഉണ്ട്. ഒരുപാട് പുതു നായകന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ എല്ലാവരും എനിക്ക് അറിയത്തില്ല. അപ്പം സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ട്രെയിലറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.